ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ ട്രയംഫ് അക്കാഡമി. ട്രയംഫ് അക്കാഡമിയുടെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യമായി നാം എടുക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, കെമിസ്ട്രി പഠിക്കാൻ ഇച്ചിരിയൊക്കെ ടഫാണെങ്കിലും കെമിസ്ട്രിയുടെ ബേസിക്സ് അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പമാണ്. ഹയർ സെക്കൻഡറി മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക്കായിരിക്കും എന്തായാലും എലമെൻറ്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഭാഗമായാണ് നാം കെമിസ്ട്രിയിലെ പല കാര്യങ്ങളും പഠിച്ച് പോകുന്നത്. കെമിസ്ട്രിയുടെ സോൾ തന്നെ പീരിയോഡിക് ടേബിളാണ്. അപ്പോൾ നമുക്കിന്ന് 1 മുതൽ 30 വരെയുള്ള എലമെൻറ്റ്സിനെ പരിചയപ്പെടാം. അതിലൂടെ നമുക്ക് വരുന്ന കെമിക്കൽ റിയാക്ഷനും ബാക്കിയെല്ലാം തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എലമെൻറ്റ് ഓഫ് പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ എലമെൻറ്റ്സിനെ വളരെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അക്കോർഡിംഗ് ടു പീരീഡാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിനെ പീരീഡായും ഗ്രൂപ്പായിട്ടും തിരിച്ചിട്ടുണ്ട്. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വലതുനിന്ന് ഇടത്തേക്ക് നീളമായിട്ടുള്ള റോസായിട്ടും ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കുള്ള റോസായിട്ടുമാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം 1 മുതൽ 10 വരെയുള്ള എലമെൻറ്റ്സിനെ നമുക്ക് കാര്യമായി തന്നെ പഠിക്കാം. ഒന്നാമത്തെ എലമെൻ്റ് പേര് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ സിമ്പൽ H എന്നാണ്. ഹൈഡ്രജൻ H, അതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. രണ്ടാമത്തെ എലമെൻ്റ് ഹീലിയം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ He. അതൊരു ഇനേർട്ട് ഗ്യാസാണ്. 18ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ്. മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലിഥിയം Li. ഇത് ഹൈഡ്രജൻ്റെയും അതേ ഫാമിലിയിലേക്ക് വരുന്ന ഒരു എലമെൻ്റാണ് ലിഥിയം. അപ്പോൾ ഒന്നൊന്നുകൂടെ പറയാം. 1 ഹൈഡ്രജൻ H, 2 ഹീലിയം He, 3 ലിഥിയം Li, 4 ബെർലിയം Be, 5 ബോറോൺ B, 6 കാർബൺ C. ഇതിൽ ബെർലിയം എന്ന് പറയുന്നത് Be ആണ് അതിൻ്റെ സിമ്പൽ. ബെർലിയം 2ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റാണ്. ബോറോൺ എങ്കിൽ 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റാണ്. ഈ എലമെൻറ്റ്സിനെയെല്ലാം നമ്മൾ ബ്ലോക്സ് ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് വൈസ് ഇനി ഗ്രൂപ്പിംഗ് പഠിക്കുമ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പീരീഡ് പറയുമ്പോൾ എല്ലാ ബ്ലോക്കിലുള്ള എലമെൻറ്റും കൂടെ കമ്പൈൻ ചെയ്താണ് നാം പറയുന്നത്. അതിൽ ഹൈഡ്രജൻ ഇപ്പോൾ H, ഹീലിയം He, ലിഥിയം Li, ബെർലിയം Be എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തന്നെ അതിൽ പല പല ഗ്രൂപ്പിലുള്ളവർ ഇടകലർന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നാം ട്രാൻസിഷൻ എലമെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. 25-30 കടക്കുമ്പോൾ മാത്രമാണ് ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ പേരുകൾ നമ്മളിവിടെ പരാമർശിക്കുന്നത്. ഇതിൽ 1 മുതൽ 3 വരെയുള്ള ഗ്രൂപ്പിൽ 1 മുതൽ 2 വരെയുള്ള ഗ്രൂപ്പിലുള്ളവരെ S ബ്ലോക്ക് എലമെൻ്റ് ആയിട്ടും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ളവരെ ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ടും പറയട്ടെ. ഇതിൽ 1ഉം 2ഉം ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നും വിളിക്കും. ഇവരെ S ബ്ലോക്കായിട്ടും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ ട്രാൻസിഷൻ എലമെൻറ്റ്, അതായത് സംക്രമണ മൂലകങ്ങളെന്നറിയപ്പെടും, അങ്ങനെ സംക്രമണ മൂലകങ്ങളായിട്ടും ബാക്കി 13 മുതൽ 18 വരെ ഉള്ള ഗ്രൂപ്പുകളെ P ബ്ലോക്കായിട്ടും കരുതപ്പെടുന്നു. ബാക്കി D ആൻഡ് F ബ്ലോക്ക് വരുന്നത് താഴോട്ടാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും താഴെ ലാന്തനോയിഡ്, ആക്റ്റിനോയിഡ് എന്ന് പറയുന്ന വീണ്ടും ഒരു വിഭാഗക്കാരുണ്ട്. അവിടെയാണ് ബാക്കിയുള്ള ബ്ലോക്സ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ ഓർഡറിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 6 എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ H, ഹീലിയം He, ലിഥിയം Li, ബെർലിയം Be. അതിൽ ബോറോൺ B എന്ന് പറയുന്നത് 13ാം ഗ്രൂപ്പിലെ എലമെൻ്റാണ്. അലുമിനിയം ഫാമിലിയിലെ 13ാം ഗ്രൂപ്പ്. ഇതിൽ കാർബൺ C, അത് വന്നിട്ട് കാർബൺ ഫാമിലി തന്നെയാണ്, 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്നു. നൈട്രജൻ N 15, ഓക്സിജൻ O 16ാം ഗ്രൂപ്പിൽ വരുന്നു. ഫ്ലൂറിൻ F 17ാം ഗ്രൂപ്പിൽ, അവർ ഹാലജൻസ് എന്നറിയപ്പെടും. നിയോൺ Ne, അത് ഇനേർട്ട് ഗ്യാസ് 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ പീരിയഡിൻ്റെ കൂടെ ഗ്രൂപ്പും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ പീരിയഡിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതുകൊണ്ട് മാത്രം പീരിയഡ് പഠിച്ചാൽ മതിയാകും. അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം പീരിയഡും ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എപ്പോഴാണ് എന്തൊക്കെ രീതിയിലാണ് കെമിക്കൽ റിയാക്ഷൻസിൽ വരുമ്പോൾ കൺസ്ട്രക്ഷൻ വരുന്നതെന്നും അതിനെ നമുക്ക് വാലൻസിലോട്ട് നമുക്ക് ബന്ധപ്പെട്ട് എഴുതാനും എല്ലാം മനസ്സിലാക്കി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ അക്കോർഡിംഗ് ടു ദ പീരീഡ് മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 10 നോക്കാം. ഹൈഡ്രജൻ H, 2 ഹീലിയം He, 3 ലിഥിയം Li, 4 ബെർലിയം Be, 5 ബോറോൺ B, 6 കാർബൺ C,
7 നൈട്രജൻ N, 8 ഓക്സിജൻ O, 9 ഫ്ലൂറിൻ F, 10 നിയോൺ Ne. അപ്പോൾ ഇങ്ങനെയാണ് 10 എലമെൻറ്റിൻ്റെ ക്രമം കിടക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന 1 2 3 4 എന്നുള്ള സീരിയൽ നമ്പേഴ്സാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സീരിയൽ നമ്പേഴ്സ് ആയിട്ട് മാത്രം കരുതാനുള്ളതല്ല, അതാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ് അടുത്ത് പറയാം. 11th എലമെൻ്റ് എന്ന് പറയുന്നത് അത് സോഡിയമാണ്. സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഹൈഡ്രജൻ്റെയും ലിഥിയത്തിൻ്റെയും ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. അതായത് ഒന്നാമത്തെ ആൽക്കലി മെറ്റൽസിൽ വരുന്ന ഒരു മെമ്പറാണ് സോഡിയത്തിന് നമ്മൾ Na എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എപ്പോഴും ഡൗട്ട് വരുന്നൊരു സംഭവമാണ് സോഡിയം SOLA എന്ന്. പക്ഷേ Na എന്ന് പറയുന്ന അതിൻ്റെ ലാറ്റിൻ നെയിം നാട്രിയം എന്ന് പറയുന്നൊരു പേരിൽ നിന്നാണ് അതിൻ്റെ സിമ്പിൾസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ Na എന്ന് പറയാൻ കാരണം. അടുത്ത് 12ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യം വന്നിട്ട് 2ാമത്തെ ഗ്രൂപ്പിലെ ആളാണ്. മെഗ്നീഷ്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും, ബെർലിയമായിട്ട് ബന്ധമുണ്ട്. ബെർലിയം 4, മെഗ്നീഷ്യം 12, ഇവ രണ്ടും 2ാമത്തെ ഗ്രൂപ്പിൽ കൂടെ വരുന്ന ആൾക്കാരാണ്. 13ാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ്. അതിൽ മെഗ്നീഷ്യത്തിൻ്റെ സിമ്പിൾ നമ്മൾ പറഞ്ഞില്ല. മെഗ്നീഷ്യത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് Mg ആണ്, Mg. അടുത്തത് അലുമിനിയം 13ാം ഗ്രൂപ്പിലെ എലമെൻ്റാണ്. അതുപോലെ അറ്റോമിക് നമ്പർ 13 ആണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A ആൻഡ് സ്മോൾ ലെറ്റർ Al. 14th എലമെൻ്റ് എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. സിലിക്കൺ വന്നിട്ട് കാർബൺ ഫാമിലിയിൽ വരുന്നൊരു എലമെൻ്റാണ്. കാർബണും സിലിക്കണും ഒരേ ഫാമിലി ഉൾപ്പെടുന്നു. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് Si, ക്യാപിറ്റൽ S ആൻഡ് സ്മോൾ I. 15th എലമെൻ്റ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ഒരു നൈട്രജൻ ഫാമിലി മെമ്പറാണ്. ഫോസ്ഫറസിന് ഈസി ആയിട്ടുള്ള സിമ്പിളാണ് P, ക്യാപിറ്റൽ ലെറ്റർ P മാത്രമേ ഫോസ്ഫറസിനെ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ. 16th വന്നിട്ട് സൾഫറാണ്. സൾഫർ ഓക്സിജൻ കുടുംബത്തിൽ വരും. ഓക്സിജൻ, സൾഫർ, അങ്ങനെയാണ് അതിൻ്റെ ഗ്രൂപ്പിംഗ് വരുന്നത്. സൾഫറിനെ വെറും S കൊണ്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. 17ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. ക്ലോറിൻ വന്നിട്ട് ഫ്ലൂറിൻ്റെ ഫാമിലിയിൽ വരും. ഇവരെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് ഹാലജൻസ് എന്നാണ്. ക്യാപിറ്റൽ Cയും സ്മോൾ ലെറ്റർ Lലും ചേരുമ്പോഴാണ് ക്ലോറിൻ്റെ സിമ്പിളായി വരിക. 18th വന്നിട്ട് ആർഗൺ ആണ്. ആർഗൺ ഒരു ഇനേർട്ട് ഗ്യാസ് ആണ്. നമ്മൾ ഒരു 18th ഗ്രൂപ്പ് എലമെൻറ്റിനെ പറഞ്ഞായിരുന്നു ഹീലിയം. പക്ഷേ ഹീലിയത്തിന് അറ്റോമിക്കലി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 ഇലക്ട്രോൺ ഉള്ളൂ. എങ്കിലും ഇനേർട്ട് ഗ്യാസിൻ്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നതുകൊണ്ട് മാത്രം ഹീലിയത്തിനെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അതിന് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺസ് കൊണ്ടല്ല ഹീലിയത്തിനെ 18th ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർഗൺ വന്നിട്ട് ആർഗണിൻ്റെ സിമ്പിൾ A, ക്യാപിറ്റൽ A, സ്മോൾ ലെറ്റർ R. 19th എലമെൻ്റ് വന്നിട്ട് പൊട്ടാസ്യം 1ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ കഴിഞ്ഞ് നമ്മൾ ലിഥിയം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ സോഡിയം ഉണ്ട്. സോഡിയം കഴിഞ്ഞ് വരുന്നതാണ് പൊട്ടാസ്യം. സോഡിയത്തിൻ്റെ നമ്മളിപ്പം പറഞ്ഞു, നമുക്ക് സോഡിയം SO അല്ല Na ആണ്. Na എന്ന് പറഞ്ഞാൽ എൻ്റെ ലാറ്റിൻ നെയിമാണ് നാട്രിയം എന്നുള്ള പേരാണ് അതിൽ ഉച്ചരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് പൊട്ടാസ്യത്തിനും ഒരു ലാറ്റിൻ നെയിമാണ് K ഫോർ കാലിയം. കാലിയം എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. ഓക്കെ, 20th എലമെൻറ്റ് പറയാൻ പോകുന്നു. 20th എലമെൻറ്റ് പേരാ കാൽഷ്യം. എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ഒരു എലമെൻറ്റാണ് കാൽഷ്യം. കാൽഷ്യം വന്നിട്ട് 2ാമത്തെ ഗ്രൂപ്പാണ്. നമ്മൾ പറഞ്ഞ ബെർലിയത്തിൻ്റെ അതേ ഗ്രൂപ്പിലേക്ക് വരുന്ന ഒരു എലമെൻറ്റാണ് കാൽഷ്യം. ഓക്കെ, അങ്ങനെ 20th വരെയുള്ള പീരീഡ് അനുസരിച്ചുള്ള എലമെൻറ്റ്സ് നമുക്ക് ആയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വരുന്നത് ഹൈഡ്രജൻ, 2ാമത്തേത് ഹീലിയം, 3ാമത്തേത് ലിഥിയം, 4ാമത്തേത് ബെർലിയം, 5 ബോറോൺ, 6 കാർബൺ, 7 നൈട്രജൻ, 8 ഓക്സിജൻ, 9 ഫ്ലൂറിൻ, 10 നിയോൺ. അതിനുശേഷം നമ്മൾ 11 തൊട്ട് നോക്കുകയാണെങ്കിൽ 11 സോഡിയം Na, മെഗ്നീഷ്യം Mg, അലുമിനിയം Al, സിലിക്കൺ Si, ഫോസ്ഫറസ് P, സൾഫർ S, ക്ലോറിൻ Cl, ആർഗൺ Ar, പൊട്ടാസ്യം K, കാൽഷ്യം Ca. ഓക്കെ, ഇത്രയും വളരെയധികം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 10 എലമെൻറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്സ് ഓഫ് കെമിസ്ട്രി ആയി നമ്മളത് പരിഗണിക്കാം. എലമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും എലമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏകദേശം നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം വളരെ ഈസിയായി തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ 1 മുതൽ 20 വരെയുള്ള എലമെൻറ്റ്സ് നമ്മൾ കാര്യമായി നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് 21 മുതൽ 30 വരെയുള്ള എലമെൻറ്റ്സാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം 1, 2, 13, 18 അതിലുള്ള എലമെൻറ്റ്സിലുള്ള ആണ് നമ്മളിപ്പോൾ മെമ്പേഴ്സിനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നവരും ഒരുപാട് നമ്മൾ ടെക്സ്റ്റിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള, അതായത് ട്രാൻസിഷൻ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കണം. സ്കാൻഡിയം 21ാമത്തെ മൂലകം സ്കാൻഡിയമാണ്. സ്കാൻഡിയം SC. 22ാമത്തെ മൂലകം ടൈറ്റാനിയം TI. 23ാമത്തെ മൂലകം വനേഡിയം V. 24 ക്രോമിയം CR. 25 മാംഗനീസ് MN. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. കാരണം അവരെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി +1 +2 അങ്ങനെയുള്ള ഹയർ സ്റ്റഡീസിന് മാത്രമായിരിക്കും കൂടുതലായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള സ്റ്റഡീസ് വരിക. അതല്ലാതെ 1 മുതൽ 20 വരെയുള്ളവരുടെ ആണ് നമ്മൾ കൂടുതൽ റിയാക്ഷൻസ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ 10th വരെയൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 21, 22, 23, 24, 25 എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എലമെൻറ്റ്സ് നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതിയാവും. സ്കാൻഡിയം SC, ടൈറ്റാനിയം TI, വനേഡിയം V, ക്രോമിയം CR, മാംഗനീസ് MN. തെറ്റിപ്പോവരുത്, മെഗ്നീഷ്യം മാംഗനീസ് ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാംഗനീസും മെഗ്നീഷ്യം തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇനി നമ്മൾക്ക് പറയാൻ പോകുന്നത് 26th നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള എലമെൻ്റാണ് അയൺ. അയൺ Fe വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു എലമെൻ്റാണ്. Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം വരുന്ന കൊബാൾട്ട് CO. 28ാമത്തെ എലമെൻറ്റ് നിക്കൽ Ni. 29 നമുക്കൊരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് കോപ്പർ. അത് തീർച്ചയായും നിങ്ങൾ പഠിക്കുന്ന എല്ലാ കെമിസ്ട്രിയുടെ ഭാഗങ്ങളിലും നമ്മൾ കോപ്പർ അയൺ ഇവരുടെ രണ്ടുപേരുടെയും പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും മറക്കാതെ അതിൻ്റെ ചിഹ്നങ്ങളും നമ്പേഴ്സ്, അറ്റോമിക് നമ്പേഴ്സും വളരെയധികം റിമെമ്പർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 29ാമത്തെ കോപ്പർ Cu, കുപ്രം എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത് സിമ്പല്. അടുത്ത 30ാമത്തെ സിങ്ക് Zn, അതും നന്നായിട്ട് ഓർത്ത് വെക്കേണ്ടത്. 30 സിങ്ക് Zn. അപ്പോൾ ഒന്നുകൂടെ പറയാം. 21 സ്കാൻഡിയം SC, 22 ടൈറ്റാനിയം TI, 23 വനേഡിയം V, 24 ക്രോമിയം CR, 25 മാംഗനീസ് MN, 26 അയൺ Fe, 27 കൊബാൾട്ട് CO, 28 നിക്കൽ Ni, 29 കോപ്പർ Cu ഓർ കുപ്രം, 30 സിങ്ക് Zn. അപ്പം ഇങ്ങനെ ആകെ 30 എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ കെമിസ്ട്രിയുടെ പകുതിയോളം ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്ത പോലെ തന്നെയാണ്. അതിപ്പോൾ ഏത് 8 മുതൽ 9, 10 ഏത് ക്ലാസ്സിലെ ടെക്സ്റ്റ് തന്നെ ആയിക്കോട്ടെ, നമുക്ക് വളരെയധികം ബേസിക് ആയിട്ടുള്ള കാര്യം ഇത്രയും തന്നെ മതിയാവും. ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് അറ്റോമിക് നമ്പർ നമ്മളിപ്പോൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അറ്റോമിക് നമ്പറും സിമ്പലും എലമെൻറ്റിൻ്റെ പേരും ഇത്രയും അവർ ഏതൊക്കെ ഗ്രൂപ്പിലുള്ളതെന്ന് തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കാൻ കഴിയും. PSCയിലുള്ളവർക്കും തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുന്ന ഒരു ഏരിയയാണ്. അവർക്ക് തീർച്ചയായിട്ടും എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നിന്ന് ഇപ്പോൾ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ളവർക്ക് ഒരുപാട് ഇതിന്ന് ഉപയോഗപ്പെടുന്ന ഒരു പോർഷനാണ് നമ്മുടെ കെമിസ്ട്രിയിലെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള എലമെൻറ്റ്സിനെ തീർച്ചയായിട്ടും നിങ്ങളൊരു മൾട്ടിപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ടേബിളൊക്കെ പഠിക്കുന്നത് പോലെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് പഠിച്ചിട്ട് കെമിസ്ട്രി ടഫാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് പറയാൻ, കെമിസ്ട്രി പിന്നെ അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അത്രയും സിംപ്ലസ്റ്റ് ഫോമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി നമുക്കൊരു വിഷയമേ അല്ല, അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഏകദേശം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തിനി നമ്മൾ ഗ്രൂപ്പ്സിൻ്റെ ടേബിൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പീരിയോഡ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഇനിയും നല്ല ക്ലാസ്സുകളുമായി അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വാച്ച് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.